ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ വെസ്റ്റ് ബാങ്കിൽ അതായത് ഗസയിലെ സമീപമൊക്കെ വലിയ രീതിയിൽ കലാപം നടക്കുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച കലാപമാണ്. തീവ്ര ഇസ്രയേലി കുടിയേറ്റക്കാരാണ് പാലസ്തീൻ ജനങ്ങളെ അല്ലെങ്കിൽ പാലസ്തീൻ പൗരന്മാരെ ജിറ്റിൻ എന്ന സ്ഥലത്ത് ഒരു ഗ്രാമം ആക്രമിച്ചിരിക്കുന്നത്. നിരവധി വീടുകൾ തീയിട്ടു, വാഹനങ്ങൾക്ക് തീയിട്ടു. 20ഓളം പേരുടെ നില ഗുരുതരമാണ്. ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. നബ്ലിസിന് സമീപം പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഈ തീവ്ര ഇസ്രയേലികൾ ഇരച്ചെത്തി ആക്രമണം നടത്തി. ഇതിനെ സൈന്യം വലിയ രീതിയിൽ പ്രതിരോധിച്ചിരിക്കുന്നു. സൈന്യം ആ പ്രദേശം വളഞ്ഞിരിക്കുന്നു. ഇസ്രയേൽ സൈന്യം പറഞ്ഞത് ഇത്തരം ആക്രമണങ്ങളെ തങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നിലവിൽ ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമങ്ങളും യുദ്ധങ്ങളും മറ്റുമൊക്കെ നടക്കുന്നു. ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു. അതിനിടയിലാണ് ഈ ഇസ്രായേലിലെ ഈ തീവ്ര ഇസ്രായേലികളായിട്ടുള്ള പൗരന്മാർ ഈ പലസ്തീനിലെ ജിറ്റിൻ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ കടന്നു കയറി ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഉള്ള ഇല്ലെങ്കിൽ ഈ വെസ്റ്റ് ബാങ്കിനും ഗസയ്ക്കുമൊക്കെ ഇടയിൽ തന്നെ പരസ്പരം പോരടിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ ഈ പ്രക്രിയ എങ്ങും എത്തില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇസ്രായേൽ സേന പറയുന്നത്. ഇത് കർശനമായി തന്നെ നേരിടും. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് കൂടിയുണ്ട്. ഏതായാലും കർശനമായി തന്നെ നേരിടും. ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.